وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ദർസുൽ ഖുർആനിൻ്റെ പ്രതിവാര ക്ലാസ്സാണ് നമ്മൾ ആരംഭിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം സൂറ അൽ മുംതഹനയാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി 1 മുതൽ 4 വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചത്. പ്രസ്തുത അധ്യായത്തിലെ 5, 6, 7 ആയത്തുകളാണ് ഇന്നത്തെ ദർസുൽ ഖുർആനിന്റെ ക്ലാസ്സിലൂടെ വിശദീകരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ മുംതഹനയിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകൾ വിശദീകരിച്ചതിൽ നിന്ന് ചില പ്രത്യേക വിഷയങ്ങളിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച്, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ വളരെ സെൻസിറ്റീവായ വിഷയങ്ങൾ, അവയിൽ എങ്ങനെ നിലപാട് വിശ്വാസികൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇനി അതിൻ്റെ ബാക്കി എന്നോണം ചില കാര്യങ്ങൾ കൂടെ തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു നമ്മളെ തെര്യപ്പെടുത്തുകയാണ്. അതിലെ 5-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെയും ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. 5-ാമത്തെ ആയത്ത് ഒരു പ്രാർത്ഥനയാണ്. 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ വിശദീകരിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സച്ചരിതരായ അനുയായികളുടെയും ഒരു പ്രാർത്ഥനയായി ഖുർആൻ ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറൂ واغفر لنا ربنا إنك أنت العزيز الحكيم. ഇതൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഇബ്രാഹിം നബിയുടെയും അദ്ദേഹത്തിന്റെ വിശ്വാസികളായ കൂടെയുള്ളവരുടെയും പ്രാർത്ഥനയായി ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ചതിനാലും അവിശ്വാസികളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊണ്ടതിനാലും അള്ളാഹുവിന്റെയും തങ്ങളുടെയും ശത്രുക്കളിൽ നിന്ന് മർദ്ദനങ്ങളും പീഡനങ്ങളും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതൊരു ചരിത്ര സത്യമായി ഏവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കർശനമായ നിലപാട് വിശ്വാസ വിഷയത്തിൽ സ്വീകരിച്ചതിനാൽ സത്യനിഷേധികളുടെ കൈകളാൽ തങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് അത്തരം പീഡനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. റബ്ബന ലാ തജ്അൽനാ, ഞങ്ങളുടെ നാഥ,
ലാ തജഅൽനാ ഫിത്നതൻ ലില്ലദീന കഫറു. ശത്രുക്കൾക്ക് അല്ലെങ്കിൽ അവിശ്വാസികൾക്ക് ഞങ്ങളെ ഒരു പരീക്ഷണമാക്കരുത്. അവരുടെ പീഡനങ്ങളും അവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വഗ്ഫിർ ലനാ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ എന്ന് അള്ളാഹുവിനോട് കേണപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്നിരുന്നാലും ആ സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച് തൗഹീദിന്റെ മാർഗത്തിൽ ഉദാത്തമായ മാതൃക സൃഷ്ടിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ ആളുകളും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഖുർആൻ നമ്മളോട് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞല്ലോ. ഇബ്രാഹിം നബിയുടെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട് എന്ന്. അത് ഈ വിശ്വാസ വിഷയത്തിൽ അവർ സ്വീകരിച്ച വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ കാര്യത്തിലാണ്. തീർച്ചയായും ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടത് തൗഹീദിന്റെ കാര്യത്തിൽ പോലും ഭൗതികമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച നടത്തുന്ന വ്യക്തികളും സംഘടനകളുമുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആൻ നമ്മളോട് പറയുന്നത് ഇബ്രാഹിം നബിയുടെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികളും സ്വീകരിച്ച നിലപാട്, അതിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട്. ആ മാതൃക സ്വീകരിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. അതല്ലെങ്കിൽ കൂട്ടായ്മക്കും ഐക്യത്തിനും എതിര് നിൽക്കുന്നവരെന്ന ആക്ഷേപങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ള സമൂഹങ്ങളുടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ എതിർപ്പുകളും കുത്തിപ്പറയലുകളും കേൾക്കേണ്ടി വരും. പക്ഷേ ആ വിശ്വാസികൾ അത് ഉണ്ടാകുമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് തന്നെ അവർ അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൻ ലില്ലദീന കഫറൂ. അവിശ്വാസികളുടെ ആ പീഡനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, അല്ലെങ്കിൽ അവർക്ക് ഞങ്ങളെ നീ ഒരു കുഴപ്പത്തിന് പരീക്ഷണത്തിന് വിധേയമാക്കല്ലേ. വഗ്ഫിർ ലനാ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ. റബ്ബനാ ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, നീ യുക്തിമാനും പ്രതാപിയുമാകുന്നു എന്ന്. ഇത് ഏതൊരു കാലഘട്ടത്തിലെയും തൗഹീദിന്റെ വിശ്വാസത്തിന്റെ ആളുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഉപദേശമാണ്. കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സ്വീകരിക്കേണ്ട കർശനമായൊരു നിലപാട് ഈ ലോകത്തിന്റെ അവസാനം വരെയുള്ള സത്യവിശ്വാസികളോടായി അള്ളാഹു പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊരു പ്രാവശ്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, വീണ്ടും അള്ളാഹു ആവർത്തിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ 5-ാമത്തെ ആയത്തിലും അവരുടെ പ്രാർത്ഥന പറഞ്ഞതിന് ശേഷം 6-ാമത്തെ ആയത്തിൽ വീണ്ടും പറയുന്നു, ലഖദ് കാന ലക്കും ഫീഹിം ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ ومن يتول فإن الله هو الغني الحميد. വീണ്ടും പടച്ചവൻ പറയാട്ടോ, ലഖദ് കാന ലക്കും ഫീഹിം, അവർക്ക് അവരിൽ നിങ്ങൾക്കുണ്ട് ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയുണ്ട്. വീണ്ടും ആവർത്തിച്ചെന്തിനാണ് പറയുന്നത്? ഈ തൗഹീദിന്റെ വിഷയം എന്ന് പറയുന്നത് വിട്ടുവീഴ്ചക്ക് ഒരിക്കലും ഒരു സമയത്തും ഒരു കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണം എന്നത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു, വിശ്വാസത്തിന്റെയും ആരാധനയുടെയും മാർഗത്തിൽ ചില നീക്കുപോക്കുകൾക്ക് വേണ്ടി ആ കാര്യത്തിന് അവർ ഗൂഢാലോചന നടത്തുകയും കൂടിയാലോചിക്കുകയും പ്രവാചകനെ സമീപിക്കുകയും ചെയ്തു. ആ കാര്യം ഖുർആൻ എടുത്തു പറയുന്നുണ്ടല്ലോ, വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. ഈ വിഷയത്തിൽ അവർ അല്പം
അല്ലെങ്കിൽ അവർ എണ്ണയിട്ടൽപ്പം മയപ്പെടുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരിക്കലും അത് സ്വീകരിക്കാൻ പാടില്ലെന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾക്ക് ആരാധിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുകയില്ല. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുകയില്ല. ഒരധ്യായത്തിൽ ആവർത്തിച്ച് 2 പ്രാവശ്യം വീതം പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതമെന്നും എനിക്ക് എന്റെ മതമനുസരിച്ച് ജീവിക്കാമെന്നും ഒരു നിലപാടാണ് പ്രവാചകൻ അവരോട് പ്രതികരിച്ചത്. ആ തൗഹീദിന്റെ വിഷയത്തിൽ ഒരു നീക്കുപോക്കിനും അവർ തയ്യാറായില്ല. അങ്ങനെ തയ്യാറായിരുന്നെങ്കിൽ അവിടെയുണ്ടായിരുന്ന ആസ്തികളും സ്ഥാപനങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള ആനുകൂല്യങ്ങളും ഭൗതികമായ സൗകര്യങ്ങളുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ അനുയായികൾക്കും ലഭിക്കുമായിരുന്നു, അവർക്ക് പങ്കിട്ടെടുക്കാമായിരുന്നു. പക്ഷെ ആ മാർഗത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും അവർ തയ്യാറായില്ല, തയ്യാറാകരുത് എന്ന് അള്ളാഹു നിർദ്ദേശിക്കുകയും ചെയ്തു. അതേപോലെ തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും നിലപാട് ആ ഉറച്ച നിലപാടായിരുന്നു. പക്ഷെ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ ആർക്കാണ് കഴിയുക? 6-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബിയുടെയും അല്ലെങ്കിൽ അവരിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട് എന്ന് ആവർത്തിച്ചു പറഞ്ഞ ഖുർആൻ ആ മാതൃക സ്വീകരിക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന് കൂടെ പറയുന്നുണ്ട്. ഭൗതിക മോഹങ്ങളും താല്പര്യങ്ങളും സ്ഥാനമാനങ്ങളും അതേപോലെ തന്നെ മറ്റു ഭൗതികമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അത് സാധിക്കുകയില്ല. അങ്ങനെ ഉറച്ച ഒരു മാർഗത്തെ ഒരു നിലപാട് സ്വീകരിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അങ്ങനെ സ്വീകരിച്ചാൽ അവർക്ക് പലതും നഷ്ടപ്പെടുമെന്ന ആശങ്കയും ആവലാതിയും അവരുടെ മനസ്സുകളിൽ അവരെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറയാണ്, അങ്ങനെ കഴിയുന്ന ആളുകൾ ആരാണ്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിന്റെ പ്രതിഫലത്തെയും പരലോകത്തെയും വിജയവും ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് അവരിൽ ഉദാത്തമായ മാതൃകയുള്ളത് എന്ന് പ്രത്യേകം എടുത്തു പറയുമ്പോൾ ഇത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഈ ആയത്തുകളിലൊക്കെ വളരെ സെൻസിറ്റീവ്, വളരെ ഗൗരവത്തോടു കൂടിയുള്ള കാര്യങ്ങളാണ് പടച്ചവൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അവർക്ക് എന്തുകൊണ്ട് ആ ഒരു നിലപാട് സ്വീകരിക്കാനും അങ്ങനെ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും സാധിച്ചത് എന്ന് കൃത്യമായി അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അവർ കേവലം വിഗ്രഹാരാധനകൾക്ക് എതിരായി ഇരുന്നത് കൊണ്ട് മാത്രമല്ല, തൗഹീദിന്റെ ആളുകളായി വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്തത് കൊണ്ട് മാത്രമല്ല, ഏത് പ്രതിസന്ധിയിലും എന്തൊക്കെ നഷ്ടപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നിട്ടും ഈ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ നിമിത്തമായത് അവർക്ക് അള്ളാഹുവിന്റെ പ്രതീക്ഷയും പരലോകത്തിലുള്ള ആഗ്രഹവുമായിരുന്നു എന്നതാണ്. ഇത് ഈ 2 കാര്യങ്ങൾ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇബ്രാഹിം നബിയുടെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികളുടെയും ബഹുദൈവാരാധകരോടുള്ള നിലപാടിനെ ഉദാഹരിച്ചുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരുമ്പോൾ കേവലം ഒരു കഥ പറയാനോ ചരിത്രം പറയാനോ അല്ലല്ലോ ഇതൊക്കെയും അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകൾക്ക് ഒരിക്കലും തൗഹീദിന്റെ മാർഗത്തിൽ ഒരു വിട്ടുവീഴ്ചക്ക് അവരൊരിക്കലും തയ്യാറാവുകയില്ല. വിശ്വാസത്തിന്റെ വിഷയത്തിൽ അവരൊരു വിട്ടുവീഴ്ചക്കൊരിക്കലും മുന്നോട്ട് വരികയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ഇവിടെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. എന്നാൽ ഇവിടെ നമ്മൾ ഈ 2 നിബന്ധനകൾ അല്ലെങ്കിൽ ഈ 2 അള്ളാഹു പറഞ്ഞിട്ടുള്ള ഈ 2 കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമ്പോഴാണ് ഈ പറയപ്പെടുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുക. നേരത്തെ പറഞ്ഞ മാർഗം സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ അക്കാലത്തും ഉണ്ടായിരുന്നു, അത് എല്ലാ കാലത്തും ഉണ്ടാകും. അങ്ങനെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ തയ്യാറില്ലാത്തവർക്ക്
അവരെ സംബന്ധിച്ച് അള്ളാഹുവിന് യാതൊരു നഷ്ടവും അവർ വരുത്തുകയില്ല, അള്ളാഹുവിന് യാതൊരു ദോഷവും അവരെ കൊണ്ടുണ്ടാവുകയില്ല. കാരണം അങ്ങനെ ഒഴുക്ക നിലപാട് സ്വീകരിച്ച് ഈ ഉറച്ച മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആളുകൾ, ഖുർആൻ പറയാണ്, وَمَن يَتَوَلَّ فَإِنَّ اللَّهَ هُوَ الْغَنِيُّ الْحَمِيدُ. وَمَن يَتَوَلَّ, ആരാണിനി തിരിഞ്ഞു പോകുന്നതെങ്കിൽ, ഈ സത്യമാർഗം സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു പോകുന്നവരാരോ, തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാതെ വിശ്വാസത്തിന്റെയും ആരാധനയുടെയും വിഷയത്തിൽ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയാത്തത് ആർക്കാണോ, ആ കഴിയാത്തവർക്ക് തന്നെയാണ് അതിന്റെ നഷ്ടമുണ്ടാവുക, അതുകൊണ്ടുള്ള പ്രതിസന്ധി ഉണ്ടാവുക. എന്നാൽ അവർ അള്ളാഹുവിന് യാതൊരു നഷ്ടവും വരുത്താൻ അവർക്ക് സാധിക്കുകയില്ല. കാരണം ഫഇന്നല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു അവൻ പരാശ്രയമുക്തനാണ്, അവൻ സ്തുത്യർഹനാണ്, അവന് നമ്മുടെ ആരുടെയും ആശ്രയം ആവശ്യമില്ലല്ലോ. എന്നാൽ എല്ലാ സൃഷ്ടികൾക്കും അവനെ ആശ്രയിക്കേണ്ടി വരുന്നു. അള്ളാഹു സ്വമദാണ്. നമ്മൾ ഖുർആനിൽ വായിക്കുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്. അവൻ പരാശ്രയമുക്തനാണ്. നമ്മൾക്കെല്ലാവർക്കും അവനെയാണ് ആവശ്യമായിട്ടുള്ളത്, അവനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ തൗഹീദിന്റെ മാർഗത്തിൽ, വിശ്വാസത്തിന്റെ മാർഗത്തിൽ ബഹുദൈവാരാധകരോട് കർക്കശമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന, അവിടുത്തെ പ്രതിഫലം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് എന്ന് അള്ളാഹു കൃത്യമായി പറയുകയാണ്. അല്ലാത്ത ആളുകൾക്ക് അവർക്ക് ഭൗതികമായ പല ചെറുതും വലുതുമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ടാകും. അപ്പൊ അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ സമൂഹത്തിനിടയിലെ സ്ഥാനമാനങ്ങൾ കുറയും ചിലപ്പം, അല്ലെങ്കിൽ ഒരുപക്ഷെ അത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ അവർ പറയും ഞങ്ങൾ അങ്ങനെയുള്ള മാർഗത്തിൽ തന്നെയാണ് എന്നൊക്കെ. പക്ഷേ അത് അള്ളാഹുവിന് അറിയാമല്ലോ, അവിടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്താണ് അതുവഴി. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. ആ രണ്ട് ആഗ്രഹങ്ങൾ ഏതൊരുവന്റെ മനസ്സിലുണ്ടായി നിലപാട് സ്വീകരിച്ചാൽ തീർച്ചയായും അവന് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഈ ആയത്തുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ, പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയ വചനങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് തഫ്സീറുകളിൽ ഇങ്ങനെ അവിശ്വാസികളായി അല്ലെങ്കിൽ ബഹുദൈവാരാധകരായി ഉള്ള ആളുകളോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് കൃത്യമായി ഖുർആൻ പറഞ്ഞല്ലോ. എന്നാൽ അങ്ങനെ മുസ്ലിങ്ങളോട് കർശനമല്ലാത്ത, അല്ലെങ്കിൽ അവരോട് സഹവാസവും സഹവർത്തിത്വവും ആഗ്രഹിക്കുന്ന ആളുകളോട് പോലും തങ്ങൾ എങ്ങനെ പെരുമാറുന്നത് എന്നൊരാശങ്ക അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ പത്നിയാണ്. അസ്മാ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അവരുടെ മാതാവ് വരികയാണ്. ആ മാതാവ് തന്റെ മകളെ കാണാനും അവളുമായി കുശലാന്വേഷണം നടത്തുവാനുമാണ് ആ വീട്ടിലേക്ക് വരുന്നത്. പക്ഷേ ആ സമയത്ത്, അല്ലെങ്കിൽ അവരുടെ മാതാവ് വിശ്വാസിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ കാണാനും തന്നോട് തന്റെ മകൾ എന്നുള്ള, താൻ അവരുടെ മകളാണല്ലോ, ആ മകൾ എന്നുള്ള നിലക്ക് തന്നെ കാണാൻ വരുന്ന തന്റെ ഉമ്മയോട് സഹവസിക്കാമോ എന്ന ഒരു ആശങ്ക, ഒരു പേടി, ഒരു സംശയം അസ്മാ റളിയല്ലാഹു അൻഹയുടെ മനസ്സിലുണ്ടായി. കാരണം അവർ വിശ്വാസിയായിട്ടില്ല. അപ്പോ അസ്മാ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് അതിനെക്കുറിച്ച് ആരായുകയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, നിന്റെ മാതാവിനോട് നല്ല നിലയിൽ വർത്തിച്ചു കൊള്ളുക. അതിനുശേഷമാണ് അസ്മാ റളിയല്ലാഹു അൻഹ തന്റെ മാതാവിനെ സ്വീകരിച്ചത്. അവിടെ പറഞ്ഞ് വരുന്ന ഒരു പ്രത്യേകമായ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്ലാമിനോട് ശത്രുത പുലർത്തുകയും അള്ളാഹുവിന്റെയും സത്യവിശ്വാസികളുടെയും ശത്രുക്കളായി
അവരെ പീഡിപ്പിക്കുകയും അവരുടെ വീടുകളിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്യുന്ന ആളുകളോടാണ് ഈ ശത്രുത വെച്ചു പുലർത്താൻ പറഞ്ഞത് എന്ന് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചപ്പോൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇവിടെ അവിശ്വാസിയാണെങ്കിലും അവർ ശത്രുത വെച്ചു പുലർത്തുന്നവരല്ല. അവരോട് സഹവസിക്കാനും അവർക്ക് ചെയ്യേണ്ട കടമകൾ ചെയ്തു കൊടുക്കാനുമാണ് നബി തിരുമേനി അസ്മാ റളിയല്ലാഹു അൻഹയോട് ആവശ്യപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ആ ശത്രുക്കളോട് സഹവസിക്കുകയും എന്നിട്ട് അവരോട് ഈ ശത്രുത അല്ലെങ്കിൽ അവരോട് ഖുർആൻ പറഞ്ഞ നിലപാട് സ്വീകരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നൊരു കാര്യം, അതിന്റെ അനന്തരഫലം അവർ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. മനുഷ്യവർഗം ഒന്നടങ്കം അള്ളാഹുവെ ധിക്കരിച്ച് അവിശ്വാസികളായി തീർന്നാലും, നിങ്ങൾ കുറച്ചാളുകളല്ല, ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും അവിശ്വാസികളായി അള്ളാഹുവിനെ ധിക്കരിച്ച് അവനെ നിഷേധിക്കുന്നവരായി തീർന്നാലും അള്ളാഹുവിന് യാതൊരു ദോഷവും അത് വരുത്തുകയില്ല. കാരണം ഖുർആൻ ആ കാര്യം ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു പറയാൻ, ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർളി ജമീഅ ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്. ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും, ഭൂമിയിലുള്ള മുഴുവൻ പേരും കൂടി അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന പക്ഷം എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്കോ ഇനി അവനോട് നന്ദികേട്, അവൻ അവിശ്വസിച്ചുകൊണ്ട് നന്ദികേട് കാണിച്ചാലും, ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും അങ്ങനെ ചെയ്താലും എന്താണ് അള്ളാഹു പറയാണ്, ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമാകുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു ദോഷവും വരാനില്ല. അപ്പൊ നമ്മൾ ഖുർആൻ പറയുന്ന രീതിയിലും ആ മാർഗവും സ്വീകരിച്ചാൽ അതിന്റെ ഗുണം നമ്മൾക്ക് തന്നെയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം മക്കയിലെ ആളുകളോട് അള്ളാഹു പറയാണ്, 3-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന കാര്യം എന്താ അറിയോ? അസ്സല്ലാഹു അൻ യജഅല ബൈനകും വബൈനല്ലദീന ആദൈതും മിൻകും മവദ്ദ വല്ലാഹു ഖദീറും വല്ലാഹു ഗഫൂറുർ റഹീം. ഈ ആയത്തിൽ പറയുന്നത് എന്താ അറിയോ? അസല്ലാഹ, തീർച്ചയായും അല്ലാഹു, തീർച്ചയായും അസല്ലാഹു അൻ യജഅല ബൈനകും, അസല്ലാഹു അൻ യജഅല ബൈനകും, അല്ലാഹു നിങ്ങൾക്കിടയിൽ അസ എന്ന് പറഞ്ഞ ആക്കിയേക്കാം. അസല്ലാഹു അൻ യജഅല, അല്ലാഹു ഉണ്ടാക്കിയേക്കാം. ബൈനക്കും വബൈനല്ലദീന ആദൈതും, നിങ്ങൾക്കും ഏതൊരു കൂട്ടരുമായി നിങ്ങൾ ശത്രുതയുണ്ടോ നിങ്ങൾക്കും അവർക്കുമിടയിൽ അള്ളാഹു ഉണ്ടാക്കിയേക്കാം മവദ്ദത്തൻ, സ്നേഹം. അല്ലാഹു ഖദീർ, അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. അപ്പൊ നിങ്ങളോട് എത്ര വലിയ, അപ്പൊ മക്കയിലെ മുശ്രിക്കീങ്ങൾ ഒരുപക്ഷെ എത്ര വലിയ, അല്ലെങ്കിൽ മദീനയിലെ ആളുകൾ എത്ര വലിയ ശത്രുക്കളാണെങ്കിലും ഒരുപക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവരുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കി നിങ്ങൾക്കും അവർക്കുമിടയിൽ സ്നേഹബന്ധം ഉണ്ടാക്കുവാൻ അള്ളാഹുവിന് കഴിയും എന്ന് അള്ളാഹു ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ശത്രുക്കളുമായുള്ള ഈ സംഘർഷാവസ്ഥ അധികകാലം എന്ന് പറഞ്ഞാൽ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ഈ വചനങ്ങൾ അവതരിക്കുന്നത് എന്നാണ് മുഫസ്സിരിങ്ങൾ പറയുന്നത്. അപ്പൊ ആ സംഘർഷാവസ്ഥ വലിയ ശക്തമായ ഒരവസ്ഥയായിരുന്നു. പിന്നീടാണ് അവർക്ക് ഇരു കൂട്ടർക്കുമിടയിൽ സന്ധി സംഭാഷണങ്ങൾ ഉണ്ടായത്. അങ്ങനെ ആ ശത്രുക്കളുമായുള്ള ഈ സംഘർഷാവസ്ഥ നിലവിലുള്ള ഒരവസ്ഥ അധികകാലം ഒരുപക്ഷെ നിലനിൽക്കണമെന്നില്ലെന്നും, എന്നാൽ അതിനെല്ലാം അള്ളാഹു ഒരു പരിഹാരവും പോംവഴിയും ഉണ്ടാക്കിത്തരും എന്ന ഒരു സൂചനയാണ്
യഥാർത്ഥത്തിൽ ഈ ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നത്. ഉണ്ടാക്കിയേക്കാം എന്ന് അള്ളാഹു പറയുമ്പോൾ തീർച്ചയായും അതുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ അസല്ലാഹു അയ്യജഅല ബൈനക്കും എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്കിടയിൽ അള്ളാഹു ഉണ്ടാക്കിയേക്കാം. അള്ളാഹു ഒരു കാര്യത്തെപ്പറ്റി അങ്ങനെ പറഞ്ഞാൽ പിന്നെ അത് ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ല. അങ്ങനെ പിന്നീട് എന്തുണ്ടായി? മക്ക വിജയത്തോടെ ഏകദേശം എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരികയും അങ്ങനെ അവർക്കിടയിൽ അങ്ങേയറ്റത്തെ സ്നേഹവും അങ്ങേയറ്റത്തെ അടുപ്പവും അവർക്കിടയിൽ ഉണ്ടായി. എല്ലാവരും ഇസ്ലാമിന് വിശ്വാസത്തിന് കീഴൊതുങ്ങി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇതൊക്കെയും ചെയ്തതാരാ? പടച്ചവനാണ്. കാരണം എന്താ അറിയോ? ഇതേതെങ്കിലും ഒരു വ്യക്തിയോ ഒരു പ്രവാചകനോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇത്രയും ആളുകളുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കി അവർ നിങ്ങളുടെ ഏകോദര സഹോദരങ്ങൾ എന്ന രൂപത്തിൽ മാറുന്ന സ്നേഹത്തിലേക്ക് അവരെ മാറ്റിയെടുത്തത് ആരാണ്? അത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു ഒരു കാര്യം വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അനുയായികളോടും മാത്രമേ അനുയായികളോട് ശത്രുത പുലർത്തിയിരുന്നവർ ഏകോദര സഹോദരങ്ങളാകുന്ന കാഴ്ച ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ. അസല്ലാഹു അൻ യജഅല ബൈനക്കും വബൈനല്ലദീന ആദൈതും. നിങ്ങളും നിങ്ങൾക്കിടയിൽ ശത്രുതയുള്ളവരും തമ്മിൽ നിങ്ങൾക്കിടയിൽ അള്ളാഹു ഉണ്ടാക്കിയേക്കാം സ്നേഹം, മവദ്ദത്തുണ്ടാക്കിയേക്കാം. പിന്നീട് അതാണ് മക്കം ഫത്തഹോടുകൂടി മക്ക വിജയത്തോടുകൂടി സാധ്യമായതും അതുതന്നെയാണ്. അവരുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കി അങ്ങനെ അതിന്റെ ഫലമായി ഈ മഹത്തായൊരു സൗഭാഗ്യം സാധ്യമായത് അതുകൊണ്ടാണ്. സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ എന്തുമാത്രം ശത്രുതയുള്ളവരായിരുന്നു. അങ്ങനെ നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ അവൻ ഇണക്കമുണ്ടാക്കി. അത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അങ്ങനെ നിങ്ങൾ ഏകോദര സഹോദരങ്ങളായി മാറി. ഇത് അള്ളാഹുവിന് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ് എന്ന് അള്ളാഹു വേറെ സ്ഥലങ്ങളിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് സൂറത്ത് അംഫാലിൽ അള്ളാഹു പറയുന്നത് എന്താ അറിയോ? അവർക്കിടയിലെ ഈ സ്നേഹവും സാഹോദര്യവും സാധ്യമായത് അള്ളാഹുവിന്റെ കാരുണ്യ നിമിത്തമാണ്. എന്നാൽ ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം വലാകിൻ അല്ലാഹു അല്ലഫ ബൈനഹും. അല്ലാഹു പ്രവാചകനോട് പറയാണ്, നബിയേ, ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ, ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും എന്നിട്ട് അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഐക്യമുണ്ടാക്കുവാൻ അങ്ങ് ശ്രമിച്ചാലും എന്താണ്? മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവിടെ ഹൃദയങ്ങൾക്കിടയിൽ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ അങ്ങേക്ക് സാധിക്കുകയേയില്ല. വലാകിൻ അല്ലാഹ അല്ലഫ ബൈനഹും, പക്ഷെ അള്ളാഹുവാണ് അവർക്കിടയിൽ മമതയും സ്നേഹവും ഉണ്ടാക്കിയത്. ഇതാണ് ഈ ആയത്തിന്റെ ഒക്കെ ചുരുക്കം. പക്ഷെ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ വിശ്വാസികളോടും കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ആവർത്തിക്കുന്നത്. എല്ലാ വിശ്വാസികളോടും സത്യവിശ്വാസികൾ സദാ വെറുപ്പും ശത്രുതയും വെച്ചു പുലർത്തണമെന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഇതുകൊണ്ട് പറയുന്നത്? അതുപോലെ തന്നെ മുസ്ലിങ്ങളല്ലാത്തവരോട് നല്ല നിലയ്ക്ക് പെരുമാറേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം കൂടെ പറയുന്നുണ്ട്. ഏതുതരം അവിശ്വാസികളോടാണ് ശത്രുതയും വെറുപ്പും വെച്ചു പുലർത്താൻ ഖുർആൻ പറയുന്നത് എന്ന് തുടർന്നുള്ള ആയത്തുകളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വശം കേൾക്കുകയോ ഏതെങ്കിലും ഒരു ആയത്ത് വായിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്നതിന് പകരം അതിന്റെ മുമ്പും ശേഷവുമൊക്കെ വായിച്ച് ഖുർആൻ ഏതൊരു സന്ദർഭത്തിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞു എന്നും ഖുർആനിന്റെ നിലപാട് യഥാർത്ഥത്തിൽ എന്താണ് എന്നും മനസ്സിലാക്കാൻ മറ്റാരെക്കാളും വിശ്വാസികളായ നമ്മൾ ബാധ്യസ്ഥരാണ്. തെറ്റിദ്ധരിക്കുന്നവരെ ആ തെറ്റിദ്ധാരണയെ തിരുത്തലും നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ആയത്തുകളിൽ ആ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകൾ അത് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.